കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും കേരളത്തിന്റെ ശാപമായി മാറിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. എന്താണ് ഉന്നത കുലജാതനെന്ന് മനസ്സിലാവുന്നില്ല. സുരേഷ് ഗോപി പറഞ്ഞത് സമൂഹം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. രണ്ട് മന്ത്രിമാരെ കൊണ്ടും കേരളത്തിന് ഒരു ഉപകാരവുമില്ലെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് ചേർന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത കുലജാതൻ ആദിവാസി ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയാകണമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിലാണ് കെ മുരളീധരന്റെ വിമർശനം. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മുന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള മന്ത്രിയാക്കണമെന്ന് പറഞ്ഞെങ്കിലും ആദ്യ ഭാഗം തിരിച്ചടിയായതോടെ അത് പിൻവലിക്കുകയും ചെയ്തു. ഡൽഹിയിലെ മയൂർ വിഹാറിൽ ഞായറാഴ്ച BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മലയാളി വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം. അതേസമയം തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പരാതി പറഞ്ഞിട്ടില്ല. വസ്തുതകൾ മനസ്സിലാക്കാതെ തൃശൂരിൽ മത്സരിച്ചതാണ് താൻ ചെയ്ത തെറ്റ്. ആരുടെയും തലയിൽ കുറ്റം ചാർത്താനില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടാതിരുന്നത്. മാത്രമല്ല, കുറേ കാലമായി ഒരു റിപ്പോർട്ടിലും പാർട്ടി നടപടി സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ട് താൻ കണ്ടില്ലെന്നും ആ റിപ്പോർട്ടിൽ എന്താണുള്ളതെന്നും തനിക്ക് അറിയേണ്ടതില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. നഷ്ടപ്പെട്ട സീറ്റ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കണം. TN പ്രതാപൻ തന്നെ മത്സരിച്ചാൽ മാത്രമേ സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. താൻ ആരോടും പരാതിപ്പെട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞതാണ്. കമ്മിറ്റി വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. താൻ പരാതിക്കാരനല്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. വസ്തുതകൾ മനസ്സിലാക്കാതെ മത്സരിക്കാൻ പോയതാണ് താൻ ചെയ്ത തെറ്റെന്ന് കെ മുരളീധരൻ പറഞ്ഞു. അത് മറ്റാരുടെയും തലയിൽ വെക്കേണ്ട കാര്യം എനിക്കില്ല. ആരൊക്കെ ചതിച്ചു എന്നൊക്കെ ഇപ്പോൾ പറയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ കയ്യിൽ നിന്നും സീറ്റ് തിരിച്ചു പിടിക്കണം. അത് മാത്രമാണ് നിലവിൽ പാർട്ടിക്ക് മുൻപിലുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു. മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് വരും തിരഞ്ഞെടുപ്പുകളിലെ സാധ്യത മങ്ങിക്കേണ്ട കാര്യമില്ലെന്നും പരാതി പറയാത്ത സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെടേണ്ട കാര്യം തനിക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. പാർട്ടി നേതൃത്വം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നാണ് മുരളീധരന്റെ നിലപാട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഇനി പോരടിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരുടെ കേരള വിരുദ്ധ പരാമർശത്തെ മുരളീധരൻ വിമർശിച്ചു. ചാതുർവർണ്ണത്തിന്റെ ചിലതെല്ലാം ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നതിന്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ പരാമർശം. മോദിയുടെ മുൻപിൽ ഭിക്ഷപാത്രവുമായി പോയി നിൽക്കണമെന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. രണ്ടുപേരും കേരളത്തിന്റെ ശാപമാണെന്നാണ് വീണ്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.